ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പരിശോധിക്കാൻ ആർടിഒമാർക്ക് നിർദ്ദേശം. ലൈസൻസ് ലഭിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചുവരുത്തി വീണ്ടും വാഹനമോടിച്ച് പരിശോധിക്കും. വാഹനം ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസാചരണ വേദിയിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. മലപ്പുറത്ത് അപകടങ്ങൾ കൂടാൻ കാരണം തട്ടിക്കൂട്ട് രീതിയിൽ ലൈസൻസ് നൽകിയതാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. റോഡ് സുരക്ഷയിലും ഗതാഗത നിയമങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാവീണ്യം പരിശോധിക്കും. മിനിസ്റ്റീരിയൽ ജീവനക്കാരടക്കം MVD ലീഡ്സ് ആപ്പിലെ ടെസ്റ്റ് മാസത്തിലൊരിക്കൽ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർക്കും ലീഡ്സ് ആപ്പിലെ ടെസ്റ്റ് നിർബന്ധമാണ്. ഓരോ മാസം കൂടുമ്പോഴും ഇവർ ടെസ്റ്റ് പാസ്സാകണം. ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ പകുതിയായി കുറച്ചുകൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വരും. കെട്ടിക്കിടക്കുന്ന കേസുകൾ 3 മാസം കൊണ്ട് തീർത്താൽ സർക്കാരിലേക്ക് 1200 കോടി രൂപ സമാഹരിക്കാം. നികുതി കുടിശ്ശികയുടെ പേരിലുള്ള റവന്യൂ റിക്കവറി നടപടികളും 50% ഈടാക്കി തീർപ്പാക്കാനാണ് ശുപാർശ. അതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കിയാൽ ഇനി ലൈസൻസിനായി കാത്തിരിക്കേണ്ടി വരില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് തത്സമയം ലൈസൻസ് ലഭിക്കുന്ന പുതിയ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റ് ഫലം തത്സമയം സാരഥി സോഫ്റ്റ്വെയറിൽ ഉൾക്കൊള്ളിച്ച് ലൈസൻസ് നൽകും വിധമാണ് ക്രമീകരണം. നിലവിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഓഫീസിലെത്തിയ ശേഷമാണ് ലൈസൻസ് അനുവദിക്കുന്നത്. ഈ രീതിയാണ് മാറ്റുന്നത്. പുതിയ സംവിധാനം നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് 294 ലാപ്ടോപ്പുകൾ വാങ്ങാൻ പണം അനുവദിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ പ്രിന്റഡ് ലൈസൻസ് കാർഡുകൾക്ക് പകരം ഓൺലൈൻ വഴി ഉടനടി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ ലൈസൻസ് സംവിധാനമാണ് സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ലൈസൻസ് വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കാൻ പുതിയ നടപടി. സ്മാർട്ട് കാർഡുകളുടെ വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും അച്ചടിയിലെ കാലതാമസവും പരിഗണിച്ചാണ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിൽ രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമെങ്കിലും ലൈസൻസ് വിതരണം രാത്രിയാകും. എന്നാൽ ഈ രീതി മാറി ടെസ്റ്റ് ഫലം അപ്പോൾ ഓൺലൈനിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് ഉടൻ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ എടുക്കാനാകും. നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് നൽകിയിരുന്നപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടിയിരുന്നു. ഈ ബുദ്ധിമുട്ടുകൾ മാറാനാണ് ഡിജിറ്റൽ പകർപ്പിലേക്ക് ഇവയെല്ലാം മാറിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിച്ചാൽ ഉടൻ MVD പോർട്ടലിൽ നിന്നോ ഡിജി ലോക്കറിൽ നിന്നോ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ ലൈസൻസിൽ സുരക്ഷയ്ക്കായി QR കോഡും ഫോട്ടോയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പോലീസ് പരിശോധനാ വേളയിൽ ഇത് കാണിച്ചാൽ മതിയാകും. ലൈസൻസ് അച്ചടിക്കുന്നതിന് തപാൽ വഴി അയക്കുന്നതിനുമുള്ള വലിയൊരു തുക ഇതിലൂടെ സർക്കാരിന് ലാഭിക്കാൻ കഴിയും. ഡിജിറ്റൽ ലൈസൻസ് നിർബന്ധമാക്കുമ്പോഴും ആർക്കെങ്കിലും ഫിസിക്കൽ കാർഡ് ആവശ്യമുണ്ടെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് അത് സ്വന്തമാക്കാനുള്ള സൗകര്യവും ഉണ്ടായേക്കും. അതിനിടെ കേന്ദ്രത്തിന്റെ മറ്റൊരു നീക്കം കൂടി വരുന്നു. വർഷത്തിൽ 5 അതിലധികമോ ട്രാഫിക് നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇതിനായി കേന്ദ്ര സർക്കാർ പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ പുറത്തിറക്കി. ജനുവരി 1 മുതൽ നിയമം പ്രാബല്യത്തിലായി. ലൈസൻസ് 3 മാസം വരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. RTOയ്ക്കാണ് നടപടിയെടുക്കാനുള്ള അധികാരം. മുൻവർഷങ്ങളിലെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തില്ല. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഉടമയുടെ വാദം കേൾക്കാനുള്ള അവസരം നൽകണമെന്നും ചട്ടത്തിലുണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന നിയമത്തിലെ 23 നിയമലംഘനങ്ങളാണ് കണക്കാക്കുക. പൊതുവഴിയിൽ വാഹനം നിർത്തിയിടൽ, അനധികൃത പാർക്കിംഗ്, വാഹനമോഷണം, വാഹനയാത്രക്കാരെ മർദ്ദിക്കൽ, തടഞ്ഞുവെക്കൽ തുടങ്ങി 24 ലംഘനങ്ങളാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് കാരണമായി പറയുന്നത്. അതിവേഗം ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, സിഗ്നൽ വെട്ടിക്കൽ എന്നിവയും കുറ്റങ്ങളിലുണ്ട്. ചെറിയ കുറ്റങ്ങളെന്നോ വലുതെന്നോ കണക്കാക്കാതെ 5-ൽ കൂടിയാൽ ഇനി മുതൽ നടപടിയെടുക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.